300 കോടിയോളം രൂപ ചെലവിട്ടാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ രണ്ടാം ടെർമിനൽ പണി കഴിപ്പിക്കുന്നത്. 2007-ൽ ആരംഭിച്ച ടെർമിനലിന്റെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മന്ത്രി എം വിജയകുമാർ പറഞ്ഞു. 2009 നവംബറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രൂപത്തിലാണ് വർക്കുകൾ നടക്കുന്നതെങ്കിലും അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അല്പം കാലതാമസം സ്വാഭാവികമാണ്. ഡിസംബറിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പൂർണ്ണമായ വിശ്വാസം. ഈ ടെർമിനലിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം ഈ ടെർമിനലിൻ്റെ എൻട്രൻസ് ശംഖുമുഖമല്ല, ഇതിൻ്റെ എൻട്രൻസ് ചാക്കയാണ്. ചാക്കയിലെ ബൈപ്പാസിൽ നിന്ന് നേരിട്ട് ഈ ടെർമിനലിലേക്ക് പ്രവേശിക്കാം. 3 എയറോ ബ്രിഡ്ജുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 8 എയറോ ബ്രിഡ്ജുകൾ കൂടി പണി കഴിപ്പിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ടാവും രണ്ടാം ഘട്ട വികസനം നടത്തുക. 570 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, VIP ഗാലറി, 30 ചെക്കിംഗ് കൗണ്ടറുകൾ, എസ്കലേറ്റർ തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളാണ് വിമാനത്താവളത്തിലുള്ളത്. സന്ദർശക ഗാലറിയിൽ ഇരുന്ന് റൺവേയിലൂടെ വിമാനം പുറപ്പെടുന്നത് നേരിൽ കാണാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പുനരധിവാസം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എയർപോർട്ടിന്റെ രണ്ടാം ഘട്ട വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുകയുള്ളൂവെന്ന് മന്ത്രി എം വിജയകുമാർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 100 കണക്കിന് വീടുകളുണ്ട്. അതുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടുള്ള അവർ സഹകരിക്കുന്നുണ്ട്. അവരെ മീറ്റിംഗ് കഴിഞ്ഞ മാസം കൂടിയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ലെവലിലും ഞങ്ങളുടെ ലെവലിലൊക്കെ കൂടിയിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് വെച്ചാൽ ദൂരെ പോകാൻ ഒക്കില്ല. ഇതിൻ്റെ പരിസരത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കണം. അതിനുള്ള സ്ഥലമാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് സ്ഥലം നോക്കുകയാണ്. അതിനൊരു തീരുമാനമെടുത്തിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പാക്കേജ് കൂടി കൊണ്ടുവന്ന് നടപ്പാക്കിയാൽ മാത്രമേ ആ സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കൂ. അത് ഉടനെ ഉണ്ടാകും. അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ സെക്കൻഡ് ഫേസിൻ്റെ സ്ഥലവും സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റും ഇവിടെ ആരംഭിക്കും. വ്യോമയാന മന്ത്രാലയത്തിന്റെയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ടെർമിനലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ടെർമിനലിനെ ബൈപ്പാസുമായി ബന്ധിപ്പിക്കാൻ പാർവതി പുത്തനാറിന് കുറുകെ നിർമ്മിക്കുന്ന 6 വരി പാലത്തിന്റെ നിർമ്മാണവും ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം എയർക്രാഫ്റ്റിന്റെ രൂപസാദൃശ്യത്തിലാണ് ടെർമിനൽ നിർമ്മിച്ചു വരുന്നത്.